it's me Robina Srijit from Global Wings IELTS and IT Academy Kidangor. So today here I would like to talk about IELTS writing task 2. Okay, IELTS writing task 2, as if everyone knows that. Other put like a pedi sapnamana. So today here I would like to talk about IELTS writing task 2, how introduction and conclusion. Okay, how to write the introduction and conclusion of IELTS essay. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ, ഞാൻ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും തന്നെ എടുക്കാനിരുന്നത്. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് they may not connect introduction and conclusion, but you should connect an introduction and conclusion. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മതിയായ സ്കോർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. 7 അല്ലെങ്കിൽ 7.5 ഒക്കെ കിട്ടണമെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ, ആ ഒരു രീതി നിങ്ങൾ അവലംബിച്ചേ തീരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തമ്മിൽ കണക്റ്റ് ആയിരിക്കുന്നത്. So first of all, let's talk about how to write the introduction of IELTS essay. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, IELTS essayയിൽ we get lot of questions. There are different kinds of questions like discuss both sides and state your opinion, do you agree or disagree, argumentative essay, analytical essay, mixed question, അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ബൈ റീഡിങ് ദ ക്വസ്റ്റ്യൻ യു കെൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് നമുക്ക് എന്താ പറയുക, ഒരു വ്യൂ തന്നിട്ട് എഗ്രി ഓർ ഡിസഗ്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഒപ്പീനിയൻ ബേസ്ഡ് എസ്സേ ആൻഡ് ഡിസ്കഷൻ ബേസ്ഡ് എസ്സേ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സോ എനിവേ, നമുക്ക് ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടും, ഒരു എസ്സേ കിട്ടുമ്പോൾ ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ മെൻറ്റ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് അവർ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ് മസ്റ്റ് ബി കണ്ടൈൻഡ് ഓഫ് 3 ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസസ്. 3 ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിൽ കംപ്രൈസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് മീൻ ബൈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്? എബൌട്ട് ദ ടോപ്പിക് വി മസ്റ്റ് റൈറ്റ് അബൌട്ട് സംതിങ് ജനറലി. ഓക്കെ, ടോപ്പിക്കിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഒറ്റ സെൻറ്റൻസ് മതി. ബട്ട് ഇറ്റ് ഷുഡ് ബി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി അട്രാക്റ്റീവ് വിത്ത് ഗുഡ് ഗ്രാമർ and a good vocabulary and so on itself, because as if everyone knows that introduction paragraph is the opening paragraph and it creates a great impact on examiner too. Okay, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ, ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ, ING ഫോം ഒരുപാട് ഉപയോഗിക്കാതെ വേണം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു 1 സെൻറ്റൻസിലാണെങ്കിലും ദർ ഈസ് നോ ഇഷ്യൂസ്, അത് മതി. ഓക്കെ, ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഓക്കെ, you can go for the second step. Second step is paraphrasing the statement, paraphrasing the question. What do you mean by paraphrasing? Paraphrasing means conveying the same method or same meaning of the question without using the same vocabulary which would be given in the question. ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കുന്ന വെക്കാബുലറി ഉപയോഗിക്കാതെ വേറൊരു വെക്കാബുലറി ഉപയോഗിച്ച് എന്നാൽ മീനിങ് മാറാതെ ആ ക്വസ്റ്റ്യനെ റീഫ്രേസ് ചെയ്തെഴുതുന്നതിനാണ് നമ്മൾ പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത്. സി ഹൗ ടു യൂസ് സിനോണിമസ് ഓഫ് ദ വേർഡ്സ് വിച്ച് വുഡ് ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡു നോട്ട് കോപ്പി എനി ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ കോപ്പി അടിക്കാൻ പാടില്ല. അതാണ് പാരാഫ്രൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ജനറൽ സ്റ്റേറ്റ്മെന്റ്, റൈറ്റിംഗ് സംതിങ് അബൌട്ട് ജനറലി ഓൺ ദ topic, and second step is paraphrasing the statement, and third step, that is really an important one, it plays an important role in throughout the essay. It is your thesis statement. What do you mean by thesis statement? The objective of writer. Okay, അതാണ് thesis statement കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So by reading that thesis statement, the examiner should understand what is your essay is, even without searching for the whole essay. മൊത്തം എസ്സേ വായിക്കാതെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കണം നിങ്ങളുടെ എസ്സേ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് മീൻസ് യു മസ്റ്റ് യുവർ ഒപ്പീനിയൻ ഇൻ യുവർ എസ്സേ ഓർ ഇൻ യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ ഒപ്പീനിയൻ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. ഒപ്പീനിയൻ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ എന്താ പറയുക, ക്വസ്റ്റ്യൻ ടൈപ്പിനെ റിലേറ്റ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ അനലിറ്റിക്കൽ എസ്സേ ആണെങ്കിൽ വി മെ നോട്ട് റൈറ്റ് അവർ ഒപ്പീനിയൻ, അല്ലേ? നമ്മൾ അനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഒപ്പീനിയൻ എഴുതുന്നേ ഇല്ല. കാരണം നമ്മൾ ദേ ആർ നോട്ട് അറ്റ് ഓൾ ആസ്കിങ് ഫോർ us ടു റൈറ്റ് ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ ഒപ്പീനിയൻ എഴുതുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താണോ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് യുവർ
a thesis statement. For example, suppose if they ask you to write about the advantages and disadvantages of online shopping. Okay, there we are not supposed to write our opinion by saying that online shopping is good or online shopping is not at all good. ഇതിൻ്റെ ഒപ്പീനിയൻ എഴുതേണ്ട കാര്യം നമുക്കില്ല. ഈ ഒരു ഒപ്പീനിയൻ നമുക്ക് എഴുതണ്ട. കാരണം they never ask you to write your opinion. They just ask you to write about the advantages and disadvantages of the online shopping. അത് എഴുതാൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒപ്പീനിയൻ എഴുതണ്ട. പക്ഷേ thesis statementil you must write what you are going to write in your body paragraph. In the first, second body paragraph, what you are going to do. അപ്പോൾ അതിന് വേണ്ടിയിട്ട് you can use this essay will discuss. Okay, you can use the particular word will discuss over there. Okay, future tense il edam. This essay will discuss the merits and demerits of e-commerce in the following paragraphs. എങ്ങനെ എഴുതാം? ഓക്കെ, അതേസമയം അതൊരു ഒപ്പീനിയൻ ബേസ്ഡ് എസ്സേ ആണെങ്കിൽ ഓക്കെ യു ഷുഡ് മെൻഷൻ യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ മെൻഷൻ ചെയ്തേ മതിയാകൂ. ഓക്കെ, ദിസ് എസ്സേ വിൽ ഡിസ്കസ് വൈ ഐ ബിലീവ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ആസ്ക് യു ടു റൈറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ഈസ് beneficial for people, do you agree or disagree? Suppose your answer is yes, that means beneficial for people. അങ്ങനെയാണെങ്കിൽ you can write that in this essay, അല്ലെങ്കിൽ this essay will discuss why I believe that e-commerce is good for society or people. That opinion must be mentioned in your introduction paragraph. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എഴുതുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. It can be comprised of only one sentence, and then next paraphrase the statement. While you are paraphrasing, make sure that you are not at all deviating from the meaning of the question, and then thesis statement, that means your objective or your intention, what you are going to make in the next body paragraphs. Later we can go for the conclusion paragraph. In conclusion paragraph, as I told you that introduction paragraph and conclusion paragraph they are interconnected. നല്ലൊരു കണക്ഷൻ ഉണ്ട്, അത് രണ്ടും കണക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതായത് ആഫ്റ്റർ റൈറ്റിംഗ് ബോഡി പാരാഗ്രാഫ്, ഇൻ ബോഡി പാരാഗ്രാഫ് യു ഹാവ് ടു റൈറ്റ്, നമുക്കറിയാമല്ലോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, ദെൻ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, ലേറ്റർ എക്സാമ്പിൾ, ദെൻ സെക്കൻഡ് ബോഡി പോയിന്റ്, ക്ലാരിഫിക്കേഷൻ, എക്സാമ്പിൾ. Similarly you can set your second body paragraph too. Then you can go for the conclusion. While you write the conclusion, write or restate your opinion once again. Okay, opinion അതായത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ, ദാറ്റ് മീൻസ് ഇൻ ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ എഴുതിയ ഒപ്പീനിയൻ ഒന്നും കൂടെ റീസ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എഴുതിയ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ റീസ്റ്റേറ്റ് ചെയ്യുക ഇൻ യുവർ ഒപ്പീനിയൻ. Apart from that, you should write the point summary of first and second body paragraph in the conclusion paragraph. In the conclusion paragraph, you should restate your opinion or you should restate the thesis statement. Along with that, you should mention the summary, point summary of that also must be paraphrased. Do not write the same vocabulary that you have used for writing your supporting paragraph or clarification. അത് തന്നെ ഉപയോഗിക്കരുത്. You should paraphrase the particular പോയിന്റ് സമ്മറി. പോയിന്റിൻ്റെ സമ്മറി ഒന്നും കൂടി എഴുതി വെക്കുക. പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതും കൺസിസ്റ്റഡ് ഓഫ് 3 steps ആണ്. ദാറ്റ് ഈസ് എ സജഷൻ ഓർ ഹോപ്പ്, ബട്ട് ഇറ്റ് ഈസ് ഓപ്ഷണൽ. വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി, ഓർ എൽസ് ബൈ പാരാഫ്രൈസിങ് ദ ഓർ ബൈ സമ്മറൈസിങ് ദ points you can stop your or you can conclude your conclusion paragraph too. So this is the entire pattern of conclusion and introduction. So it has really got a close relationship. ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിനകത്ത് അല്ലേ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ കൺക്ലൂഷനിലായിട്ട് എടുത്തെഴുതുകയാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ്, അത് എടുത്തെഴുതുന്നതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പോയിന്റ് സമ്മറി ഒന്നും കൂടി അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഹൗ ടു റൈറ്റ് ദി ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ഓഫ് IELTS റൈറ്റിംഗ് ടാസ്ക് 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോഡി പാരഗ്രാഫ് എങ്ങനെ എഴുതുക എന്നുള്ളതിൻ്റെ ഡൗട്ട് ഉണ്ടല്ലേ. ആ വീഡിയോയുമായിട്ട് വേറൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ